മാത്സ് ലേണിംഗ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നോട് ചെയ്യുന്ന 10ാം ക്ലാസ് മാത്സ് തേർഡ് ലെസൺ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന പാഠത്തിലെ 11ാമത്തെ വീഡിയോ ആണ്. ഇന്ന് ഇവിടെ ചെയ്യുന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ചോദിക്കാൻ നല്ല സാധ്യതയുള്ളതുമായ 3 ചോദ്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഈ പാഠത്തിന്റെ ഇതുവരെ പൂർത്തിയാക്കിയ ഭാഗങ്ങളുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആവശ്യമുള്ളവർ നോക്കുക. അതുകൂടാതെ ആദ്യ 2 പാഠങ്ങളുടെ ടെക്സ്റ്റിലെ മുഴുവൻ ചോദ്യങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ പാഠങ്ങളുടെ ആദ്യ ഭാഗങ്ങളുടെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ആവശ്യമുള്ളവർ നോക്കുക. എന്നാൽ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ആദ്യ ചോദ്യം 2018 മോഡൽ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ കൊണ്ടുണ്ടാക്കിയ എല്ലാ രണ്ടക്ക സംഖ്യകളിൽ നിന്നും ഒരു സംഖ്യ തിരഞ്ഞെടുത്താൽ അതിന് 3 ഉപചോദ്യങ്ങളുണ്ട്. എ, രണ്ടക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യതയുണ്ട്. ബി, അക്കങ്ങളുടെ തുക 8 ആവാനുള്ള സാധ്യതയുണ്ട്. സി, ആ സംഖ്യ 5ന്റെ ഒരു ഗുണിതമാവാനുള്ള സാധ്യതയുണ്ട്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. എല്ലാവരും എഴുതിയെടുക്കുക. അടുത്ത നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. ഫ്രം ഓൾ 2-digit numbers with each digit 1, 2, 3, 4 or 5, one number is chosen. 3 sub questions ഉണ്ട്. A, what is the probability of both digits being the same? B, what is the probability of the sum of the digits being 8? C, what is the probability that it is a multiple of 5? ഇത്രയാണ് ചോദ്യങ്ങൾ. എല്ലാവരും ചോദ്യം എഴുതിയെടുക്കുക. നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്? 1, 2, 3, 4, 5 ഈ അക്കങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ രണ്ടക്ക സംഖ്യകൾ. അതിൽ നിന്നാണ് ഒരെണ്ണം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ അക്കങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിക്കാവുന്ന രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നമ്മളത് റഫായിട്ട് സൈഡിൽ എഴുതണം. അത് നമുക്ക് എഴുതാം. രണ്ടക്ക സംഖ്യകൾ തുടങ്ങുന്നത് 10-ലാണല്ലോ. ഓക്കെ, 10-ൽ തുടങ്ങി 99-ൽ അവസാനിക്കുന്നതാണ് രണ്ടക്ക സംഖ്യകൾ. അപ്പൊ 10 ഇതിൽ വരുമോ? 10-നകത്ത് 0 ഉണ്ട്. ഈ അക്കങ്ങളിലൊന്നും 0 വരാൻ പാടില്ല. കണ്ടോ, നമ്മൾ എഴുതുന്ന രണ്ടക്ക സംഖ്യകൾ 1, 2, 3, 4 or 5 ഇത്രയുമേ വരാൻ പാടുള്ളൂ. അപ്പൊ 10 വരില്ല. അടുത്ത സംഖ്യ വരുമ്പോ 11 വരും, 12, 13, 14, 15 ഇത്ര സംഖ്യകൾ വരും. ഇതിലെല്ലാം ഉണ്ടോ, ഇതിൽ വന്നിട്ടുള്ള അതേ ഡിജിറ്റ്സ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, ഇനി 16 വരില്ല, കാരണം 6 ഇതിനകത്തില്ല. ഓക്കെ, 16 മുതൽ 19 വരെ വരില്ല. 20 വരില്ല. 20-നകത്ത് 0 ഉണ്ട്. കണ്ടോ, ഇവിടെ 0 പറഞ്ഞിട്ടില്ല. അടുത്തത് 21 ആണ്. 21, 22 അങ്ങനെ എവിടെ വരെ? 25 വരെ വരും. 26 മുതൽ 30 വരെ വരില്ല. അടുത്തത് 31 വരും. 32, 33 അങ്ങനെ അങ്ങനെ പോയി 35 വരെ വരും. അടുത്തത് ഇതേപോലെ തന്നെ 41, 42 അങ്ങനെ അങ്ങനെ പോയി 45 വരെ വരും. അടുത്തത് 51 and so on 55 വരെ വരും. ശരിയല്ലേ? ഇത്രയുമാണ് ഈ അക്കങ്ങൾ വെച്ച് മാത്രം ഉണ്ടാക്കിയ രണ്ടക്ക സംഖ്യകൾ. ഓക്കെ, അവയുടെ എണ്ണം എത്രയാണ് നോക്കിയാൽ ഓരോ റോയിൽ 5 എണ്ണം വീതമുണ്ട്. അങ്ങനെ 5 റോയുണ്ട്. അപ്പൊ 5 25 ആണ്. അപ്പൊ 25 കിട്ടാൻ ഒരു വഴിയുണ്ട്. ഈ 1, 2, 3, 4, 5 ആണ് ഇതിന്റെ എല്ലാം 10ന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഒറ്റയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത്, യൂണിറ്റ് പ്ലേസിൽ വന്നിരിക്കുന്നത് 1, 2, 3, 5 ആണ്. അപ്പൊ ഇത് 10ന്റെ സ്ഥാനത്ത്, ഇത് 10th പ്ലേസ് ആണ്. ഇത് 10th പ്ലേസിൽ. അടുത്ത യൂണിറ്റ് പ്ലേസിൽ വന്നിരിക്കുന്നത് 1, 2, 3, 4, 5 ഒറ്റയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നതും 10ന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നതും ഒരേ അക്കങ്ങളാണ്. 1, 2, 3, 4, 5 1, 2, 3, 4, 5. അപ്പോ ഈ അക്കങ്ങൾ ചേർന്ന് ആകെ എത്ര സംഖ്യകൾ ഉണ്ടാകുമെന്ന് അറിയാൻ 10ന്റെ സ്ഥാനത്ത് വരുന്ന അക്കങ്ങളുടെ എണ്ണവും ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്കങ്ങളുടെ എണ്ണവും തമ്മിൽ ഗുണിച്ചാൽ മതി. ഇവിടെ 5 അക്കങ്ങളുണ്ട്, ഇവിടെ 5 അക്കങ്ങളുണ്ട്. അപ്പൊ 5 × 5 = 25 കൊണ്ടോ നമുക്ക് ഇവിടെ കിട്ടിയത് 25 തന്നെയാണല്ലോ. അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് അത് എഴുതാം. എ, ടോട്ടൽ നമ്പേഴ്സ്. ആകെ സംഖ്യകൾ എത്രയാണ്? സമം 5 × 5 സമം 25. ഓക്കെ, എയിൽ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഈ സംഖ്യകളിൽ രണ്ടക്കങ്ങൾ തുല്യമായി വരുന്ന സംഖ്യ ലഭിക്കാനുള്ള സാധ്യതയാണ്. അത് ആരൊക്കെയാണെന്ന് നോക്കി. ഓരോ റോയിലും 11-ൽ രണ്ടക്കം തുല്യമല്ലേ? 1, 1. അപ്പൊ ആദ്യ സംഖ്യ ഇതാണ്. രണ്ടാമത്തെ റോയിൽ ആരാണ്? 22, 2, 2. മൂന്നാമത്തെ റോയിൽ തീർച്ചയായും 33 ആയിരിക്കും. ഓക്കെ, നാലാമത്തെ റോയിൽ 44 ആയിരിക്കും ഒരേപോലെ വരുന്നത്. അഞ്ചാമത്തെ റോയിൽ 55 ആയിരിക്കും. അപ്പൊ ഈ 5 സംഖ്യകളാണ് ഒരേ അക്കങ്ങൾ വരുന്നത്. അപ്പൊ നമുക്കത് എടുത്തെഴുതാം. നമ്പേഴ്സ് വിത്ത് സെയിം ഡിജിറ്റ്സ്. ഒരേ അക്കങ്ങൾ വരുന്ന സംഖ്യകൾ അതാരൊക്കെയാണ്? നമുക്ക് എടുത്തെഴുതാം. 11, 22, 33, 44, 55. ഓക്കെ, their number അവയുടെ എണ്ണം.
കാരണം നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നതിന് ടോട്ടലും വേണം, ഏതിന്റെ പ്രോബബിലിറ്റി ആണോ വേണ്ടത് അതിന്റെ എണ്ണവും വേണം. അപ്പൊ ഇത് 5 എണ്ണമില്ലേ, അതെടുത്ത് എഴുതണം. their number സമം 5. ഇത് നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് both digits being same. അപ്പൊ രണ്ടക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എത്രയാണ്? രണ്ടക്കങ്ങൾ തുല്യമായ എത്ര സംഖ്യകളുണ്ട്? 5 എണ്ണമുണ്ട്. ടോട്ടൽ എത്ര സംഖ്യകളുണ്ട്? 25 ഉണ്ട്. 5നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 5-നകത്ത് 5 ഒരു പ്രാവശ്യം, 25-ൽ 5 5 പ്രാവശ്യം. അപ്പൊ അതിനെ ഷോർട്ട് ആക്കിയാൽ 1/5 എന്ന് ആൻസർ കിട്ടും. അപ്പൊ എയുടെ ആൻസർ കഴിഞ്ഞു. ഇനി നമുക്ക് ബിയിലേക്ക് പോകാം. ബിയിൽ കണ്ടുപിടിക്കാനുള്ളത് ഈ അക്കങ്ങളുടെ തുക 8 വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ തന്നെ നോക്കാം. നമ്മൾ റഫായിട്ട് എഴുതിയിട്ടുള്ളതിൽ ഈ 1ന്റെ കൂടെ എന്ത് വരുമ്പോഴേ 8 വരുന്നത്? തുക 1ന്റെ കൂടെ 7 വരണം. 1 7 അല്ല 8. അപ്പൊ 7 ഇതിനകത്തുള്ളതല്ല. അതുകൊണ്ട് ഈ റേഞ്ചിൽ തുക 8 വരില്ല. 2ന്റെ ഇനി അടുത്ത നമുക്ക് നോക്കാം. 2ന്റെ കൂടെ എത്ര വരണം? 8 ആകണമെങ്കിൽ 6 വരണം. 6ഉം ഇതിൽ പെട്ടതല്ല. ഓക്കെ, അടുത്ത 3ന്റെ കൂടെ എത്ര വരണം? 8 വരണമെങ്കിൽ 5. 3ഉം 5ഉം 8. അപ്പൊ 3ഉം ഇതിലുള്ളതാണ്, 5 ഇതിലുള്ളതാണ്. അപ്പൊ ഇതാണ് ആ സംഖ്യ, ആദ്യ സംഖ്യ. കണ്ടോ, 3ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 8 കിട്ടും. കണ്ടോ, ഇതുപോലെ ഡിജിറ്റ്സ് തമ്മിൽ കൂട്ടുമ്പോൾ 8 കിട്ടാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ 40ന്റെ റേഞ്ചിലുണ്ടോ? ഉണ്ട്. ഈ 44 കണ്ടോ, 4 4 കൂടെ കൂട്ടുമ്പോൾ 8 കിട്ടും. 50ന്റെ റേഞ്ചിലുണ്ടോ? ഉണ്ട്. 53 കണ്ടോ, 5ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 8 കിട്ടും. അപ്പൊ ഈ 3 സംഖ്യകളാണ് ഡിജിറ്റ്സിന്റെ സം 8 ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അതെടുത്ത് എഴുതാം. നമ്പേഴ്സ് വിത്ത് സം ഓഫ് ദ ഡിജിറ്റ്സ് being 8. കണ്ടോ, തുക 8 വരുന്ന സംഖ്യകൾ. നമ്പേഴ്സ് വിത്ത് സം ഓഫ് ദ ഡിജിറ്റ്സ് being 8. അത് ആരൊക്കെയായിരുന്നു തുക 8 വരുന്ന സംഖ്യകൾ? 53. ഈ 3 സംഖ്യകളിൽ തുകകൾ നമ്മൾ കൂട്ടുമ്പോൾ 8 വരും. 3 5 8, 4 4 8, 5 3 8. അവയുടെ എണ്ണം, their number. എത്ര ഉണ്ട്? 1 2 3 എണ്ണം ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്രോബബിലിറ്റി എഴുതാം. പ്രോബബിലിറ്റി ഓഫ് sum of the digits being 8. അതായത് അക്കങ്ങളുടെ തുക 8 വരാനുള്ള സാധ്യത. പ്രോബബിലിറ്റി ഓഫ് സം ഓഫ് ദ ഡിജിറ്റ്സ് ബീയിങ് 8. അക്കങ്ങളുടെ തുക 8 വരാനുള്ള സാധ്യത. അപ്പൊ അക്കങ്ങളുടെ തുക 8 വരുന്ന എത്ര സംഖ്യകളുണ്ട്? 3 സംഖ്യകളുണ്ട്. ടോട്ടൽ എത്രയുണ്ട്? 25 സംഖ്യകൾ. 3/25. ഇതിനെ നമുക്ക് ഷോർട്ട് ആക്കാൻ പറ്റില്ല. കാരണം 3യെയും 25നെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ ഇല്ല. അതുകൊണ്ട് ഇത് തന്നെയാണ് അതിന്റെ ഉത്തരം. അപ്പൊ 3/25. ഇനി നമുക്ക് സി എഴുതാം. ഇത് എഴുതുക. സിയിൽ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഈ സംഖ്യകളിൽ 5ന്റെ മൾട്ടിപ്പിൾസ് വരാനുള്ള സാധ്യത ഏതൊക്കെയാണെന്ന്. ഇതിൽ ഏതൊക്കെയാണ് 5ന്റെ മൾട്ടിപ്പിൾസ്? കണ്ടോ, ഫസ്റ്റ് റോയിൽ 15 ആണ് 5ന്റെ മൾട്ടിപ്പിൾ. 5 × 3 15. സെക്കൻഡ് റോയിൽ 25. 5 25. തേർഡ് റോയിൽ ആരാണ്? 35. 7 35. അടുത്തത് 45 55. ഈ അവസാനം വരുന്ന സംഖ്യകൾ 5ന്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ അതിന്റെ യൂണിറ്റ് പ്ലേസ് നമുക്ക് മനസ്സിലാക്കാം. യൂണിറ്റ് പ്ലേസിൽ 0യോ 5ഓ ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ 0 ഇതിൽ വരില്ല. അപ്പൊ പിന്നെ 5 വരുന്നത് യൂണിറ്റ് പ്ലേസിൽ 5 വരുന്നത് ഒറ്റയുടെ സ്ഥാനത്ത് 5 വരുന്ന അക്കങ്ങളുടെ സംഖ്യ നോക്കിയാൽ മതി. അപ്പൊ അത് ഈ 5 എണ്ണമാണ്. നമുക്കത് എഴുതാം. നമ്പേഴ്സ് that the multiple of 5. 5ന്റെ ഗുണിതങ്ങളായി വരുന്ന സംഖ്യകൾ അതാരൊക്കെയാണ്? 15 25 35 45 55. ഇത്രയുമാണ് their number. അവയുടെ എണ്ണം. അവയുടെ എണ്ണം എത്രയാണ്? 5 സംഖ്യകളല്ല. 1 2 3 4 5. ഇനി നമുക്ക് പ്രോബബിലിറ്റി എഴുതാം. പ്രോബബിലിറ്റി that it is a multiple of 5. It is a multiple of 5. അപ്പം അതിന്റെ എണ്ണം എത്രയാണ്? 5. ടോട്ടൽ എത്രയായിരുന്നു? 25. ഇതിനെ നമുക്ക് ഫസ്റ്റ് എയിൽ ഷോർട്ട് ആക്കിയതുപോലെ 1/5 എന്ന് എഴുതാം. ഇതാണ് ഇതിന്റെ ആൻസർ. എല്ലാവരും എഴുതിയെടുക്കുക. അടുത്ത ചോദ്യത്തിന് 2 ഭാഗങ്ങളുണ്ട്, എ എന്നും ബി എന്നും. എ
ഈ ചിത്രത്തിൽ നോക്കാതെ ഒരു കുത്തിട്ടാൽ അത് ചെറിയ അർദ്ധവൃത്തത്തിലാകാനുള്ള സാധ്യത എത്ര? ബി, അർദ്ധവൃത്തത്തിന് പുറത്താകാനുള്ള സാധ്യത എത്ര? ചോദ്യം എഴുതിയെടുക്കുക. നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. ഇഫ് എ ഡോട്ട് ഈസ് പുട്ട് ഇൻ ദ പിക്ചർ വിതൗട്ട് ലുക്കിംഗ് ഇറ്റ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് ഓൺ ദ ടു സ്മോൾ സെമി സർക്കിൾസ്? അതായത് നോക്കാതെ നമ്മളൊരു കുത്തിട്ടാൽ അത് ആ ചിത്രത്തിൽ കാണുന്ന രണ്ട് ചെറിയ സെമി സർക്കിളിലാവാനുള്ള സാധ്യത എന്താണ്? ഇതാണ് ചോദ്യം. ഇത് എ ആയിരുന്നു. ഇനി അടുത്ത ബി വായിക്കാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് ഔട്ട്സൈഡ് ദ സെമി സർക്കിൾ? അത് സെമി സർക്കിളിന് പുറത്താകാനുള്ള സാധ്യത എന്ത്? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എല്ലാവരും ചോദ്യം എഴുതിയെടുക്കാൻ നമുക്ക് ചെയ്യാം. അപ്പൊ നോക്കുക, ഈ ചിത്രത്തിൽ ഇതായിരിക്കാം വൃത്തകേന്ദ്രം. അപ്പൊ ചോദ്യത്തിൽ പ്രത്യേകിച്ച് പറയുന്നില്ല, എങ്കിലും നമുക്ക് മനസ്സിലാവും രണ്ട് സെമി സർക്കിൾ ഇങ്ങനെ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ആയിരിക്കണം വൃത്തകേന്ദ്രം. വലിയ വൃത്തത്തിന്റെ കേന്ദ്രം ഇതായിരിക്കണം. ഓക്കെ, ഇതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നതിന് ഇതിന്റെ ഏറ്റവും പുറമേ കിടക്കുന്ന വലിയ വൃത്തത്തിന്റെ ഏരിയ ആണ് ആദ്യം കണ്ടുപിടിക്കണം. അതായിരിക്കും ഡിനോമിനേറ്റർ വരുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഈ രണ്ട് ചെറിയ സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് എന്ത് ചെയ്യണം? അതിന്റെ റേഡിയസ് ആണ്. അപ്പൊ അതിന്റെ റേഡിയസ് ഉണ്ട്, അതിന്റെ മിഡ് പോയിന്റ് ഇവിടെ ആണെന്ന് ഇരിക്കട്ടെ, അത് നമുക്ക് 6 എന്ന് എടുക്കാം, അതിന്റെ റേഡിയസ്. ഓക്കെ, അപ്പൊ ഇതും 6 ആണ്. അതുപോലെ ഇവിടെ ഈ സെമി സർക്കിളിന്റെ കേന്ദ്രം ഇതാണെങ്കിൽ ഇതും 6 ആണ്, ഇതും 6 ആണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് 4 6 ആണ്. കണ്ടോ, 6 6 6 6 ഇതിന്റെ. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം, ഇഫ് ദ റേഡിയസ് ഓഫ് സ്മോൾ സെമി സർക്കിൾ ഈസ് R, ചെറിയ അർദ്ധവൃത്തത്തിന്റെ ആരം സമം 6 ആയാൽ ഇറ്റ്സ് ഏരിയ, അതിന്റെ ഏരിയ കാണാനുള്ള സൂത്രവാക്യം എന്താണ്? ഒരു സർക്കിളിന്റെ ഏരിയ കാണാനുള്ള സൂത്രവാക്യം എന്താണ്? പൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ, ഒരു സർക്കിളിന്റെ ഫുള്ള്, പക്ഷെ ഇവിടെ ഒരു സെമി അല്ലേ, അപ്പൊ അതിന്റെ പകുതി ആയിരിക്കും പൈ ആർ സ്ക്വയറിന്റെ പകുതി. അപ്പൊ എന്ത് വരും? ഹാഫ് പൈ ആർ സ്ക്വയർ. ഓക്കെ, പക്ഷേ ഇവിടെ അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 2 സെമി സർക്കിൾ ഉണ്ട്. അപ്പൊ ഈ ഹാഫും ആ ഹാഫും കൂടെ വരാൻ നേരത്ത് ഒരു ഫുൾ ആയില്ലേ. അപ്പൊ നമുക്ക് എഴുതാം ഏരിയ ഓഫ് 2 സെമി സർക്കിൾസ്, 2 അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവുകൾ. ഏരിയ ഓഫ് 2 സെമി സർക്കിൾ, 2 അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവുകൾ. ഇതിനെ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 2 into 1/2 പൈ ആർ സ്ക്വയർ. അപ്പൊ ഈ 2 വെട്ടിപ്പോകില്ല, 1/2. അപ്പൊ ഉത്തരം എന്തോന്നു? പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ 2 സെമി സർക്കിളിനും കൂടി പൈ ആർ സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ പ്രോബബിലിറ്റിയുടെ അംശമായി വരുന്നത്. ആ സെമി സർക്കിളിൽ കുത്തുവീഴാനുള്ള സാധ്യതയാണല്ലോ കണ്ടുപിടിക്കേണ്ടത്, അത് അംശമായി വരേണ്ടത്. ഇനി നമുക്ക് എന്ത് വേണം? ഛേദമായി വരേണ്ട ഏരിയ കൂടി വേണം. അത് ഈ വലിയ വൃത്തത്തിന്റെ പരപ്പളവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം റേഡിയസ് ഓഫ്, അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്നതിന് അതിന്റെ റേഡിയസ് കണ്ടുപിടിക്കണം. റേഡിയസ് ഓഫ് ലാർജ് സർക്കിൾ, വലിയ വൃത്തത്തിന്റെ ആരം എത്രയായിരിക്കും? വലിയ വൃത്തത്തിന്റെ ആരം, വലിയ വൃത്തത്തിന്റെ ആരം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇവിടം വരെയാണ്, അത് 2 R ചേർന്നതല്ലേ, സമം 2 R ആയിരിക്കും. കണ്ടോ, ചെറിയ വൃത്തത്തിന്റെ ആരം 1 R ആണെങ്കിൽ വലിയ വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത് അതിന്റെ 2 മടങ്ങാണ്, 2 R ആണ്. അപ്പൊ ഇറ്റ്സ് ഏരിയ, അതിന്റെ പരപ്പളവ് എന്താണ്? ഇവിടെ വൃത്തം തന്നെയാണ്, അതുകൊണ്ട് പൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ പൈ ഇൻറ്റു ഇവിടെ R എന്ന് പറയുന്നത് 2 R ആണ്. അപ്പൊ 2R ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതണം. കേട്ടോ, ഇത് പൈ ആർ സ്ക്വയർ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് ഇവിടുത്തെ R എന്ന് പറയുന്നത് 2R ആയത് കാരണം അത് ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഉത്തരം എന്ത് വരും? 2ന്റെ സ്ക്വയർ 4 പൈ ആർ സ്ക്വയർ എന്ന് വരും. 4 പൈ ആർ സ്ക്വയർ. ഓക്കെ, മനസ്സിലായല്ലോ? 2ന്റെ സ്ക്വയർ 4, ഈ പൈ അങ്ങനെ ഇട്ട് കൊടുത്തു, R-ന്റെ സ്ക്വയർ R സ്ക്വയർ, അങ്ങനെയാണ് 4 പൈ ആർ സ്ക്വയർ. അപ്പൊ നമുക്ക് 2 ചെറിയ സെമി സർക്കിളിന്റെ ഏരിയയും കിട്ടി, വലിയ സർക്കിളിന്റെ ഏരിയയും കിട്ടി. ഉണ്ടെങ്കിൽ ഇനി നമുക്ക് പ്രോബബിലിറ്റി എഴുതാം. പ്രോബബിലിറ്റി ഓഫ് putting dot in the semicircle. Probability of putting dot in the semicircle. അതായത് അർദ്ധവൃത്തത്തിൽ കുത്തിടാനുള്ള സാധ്യത എത്രയാണ്? ഉത്തരം എത്രയാണ്? അർദ്ധവൃത്തത്തിന്റെ 2 അർദ്ധവൃത്ത ഭാഗങ്ങളുടെ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്, ടോട്ടൽ ഏരിയ 4 പൈ ആർ സ്ക്വയറുമാണ്. ഓക്കെ, അപ്പൊ പൈ ആർ സ്ക്വയർ ഒന്ന് വെട്ടിപ്പോകും. അങ്ങനെ ഫുൾ വെട്ടിപ്പോയി കഴിഞ്ഞാൽ അവിടെ 1 നേടണം. അപ്പൊ ഉത്തരം 1/4 എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എയുടെ ഉത്തരം കിട്ടി. ഇനി നമുക്ക് ബിയിലേക്ക് പോകാം. ബിയിൽ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്?
അതായത് ഈ സെമി സർക്കിളിന് കുത്തിട്ടാൽ സെമി സർക്കിളിന് പുറത്താകാനുള്ള സാധ്യത എന്താണ്? അപ്പൊ ഈ സെമി സർക്കിൾ ഒഴികെയുള്ള ഭാഗത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കണം. ആ പരപ്പളവായിരിക്കും അംശമായിട്ട് വരുന്നത്. ടോട്ടൽ താഴെ വരും. ഓക്കെ, അപ്പോ സെമി സർക്കിളിന്റെ മാത്രം പരപ്പളവ് എത്രയാണ്? പൈ ആർ സ്ക്വയർ ആണ്. ടോട്ടൽ പരപ്പളവ് എത്രയാണ്? 4 പൈ ആർ സ്ക്വയർ ആണ്. അപ്പോ സെമി സർക്കിൾ ഒഴികെയുള്ള ഭാഗത്തിന്റെ പരപ്പളവ് കിട്ടാൻ ടോട്ടൽ പരപ്പളവിൽ നിന്ന് സെമി സർക്കിളിന്റെ പരപ്പളവ് കുറച്ചാൽ പോരെ? അപ്പൊ നമുക്ക് അത് എഴുതാം. ഏരിയ ഓഫ് പോർഷൻസ് other than semicircles. Area of portions other than semicircles. അതായത് അർദ്ധവൃത്തങ്ങൾ ഒഴികെയുള്ള ഭാഗത്തിന്റെ പരപ്പളവ്. അപ്പൊ ഈ രണ്ട് അർദ്ധവൃത്തം ഒഴികെയുള്ള ഭാഗത്തിന്റെ പരപ്പളവ് കിട്ടാൻ ടോട്ടൽ ഏരിയയിൽ നിന്ന് ഈ രണ്ട് അർദ്ധവൃത്തത്തിന്റെ ഏരിയ കുറച്ചാൽ മതി. അപ്പൊ 4 പൈ ആർ സ്ക്വയറിൽ നിന്ന് 1 പൈ ആർ സ്ക്വയർ കുറയ്ക്കുക. ഇങ്ങനെ വെറും പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അർത്ഥം 1 പൈ ആർ സ്ക്വയർ ഒന്നായതുകൊണ്ട് അത് എഴുതുന്നില്ല. അപ്പൊ 4 പൈ ആർ സ്ക്വയറിൽ നിന്ന് 1 പൈ ആർ സ്ക്വയർ കുറച്ചാൽ ഉത്തരം 3 പൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പ്രോബബിലിറ്റി എഴുതാം. ലാസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് പുട്ടിംഗ് ഡോട്ട് outside the semicircle. അർദ്ധവൃത്തത്തിന് പുറത്ത് കുത്തിടാനുള്ള സാധ്യത എത്രയാണ്? 3 പൈ ആർ സ്ക്വയർ ആണ് അർദ്ധവൃത്തത്തിന് പുറത്തുള്ള ഭാഗത്തിന്റെ പരപ്പളവ്. ടോട്ടൽ പരപ്പളവ് എത്രയാണ്? 4 പൈ ആർ സ്ക്വയർ ആണ്. ഇവിടെയും പൈ ആർ സ്ക്വയർ വെട്ടിപ്പോയി. ഇവിടെ പൈ ആർ സ്ക്വയർ വെട്ടിപ്പോയാലും വേറെ സംഖ്യ ഉള്ളതുകൊണ്ട് പിന്നെ 1 ഇടേണ്ട ആവശ്യമില്ല. ഒന്നുമില്ലെങ്കിലാണ് വെട്ടിപ്പോയി, ഒന്നുമില്ലെങ്കിൽ അവിടെ 1 ഇടണം. അപ്പൊ ഉത്തരം എന്താണ്? 3/4. ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, എല്ലാവരും എഴുതിയെടുക്കുക. അടുത്ത ചോദ്യം വായിക്കാം. ഒരാളോട് ഒരു 3 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. എ, ഇതിലെ 3 അക്കങ്ങൾ തുല്യമാവാനുള്ള സാധ്യത എത്രയാണ്? ബി, അയാൾ പറയുന്ന സംഖ്യ 6ന്റെ ഗുണിതമാവാനുള്ള സാധ്യത എത്രയാണ്? ഇതാണ് മലയാളത്തിലെ ചോദ്യം. ഇനി നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. One is asked to say a 3-digit number. A, what is the probability of all the digits being same? B, what is the probability that it is a multiple of 6? എല്ലാവരും ചോദ്യം എഴുതിയെടുക്കുക. നമുക്ക് ചെയ്യാം. ഒരാളോട് 3 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. 3 അക്ക സംഖ്യകൾ എവിടുന്ന് തുടങ്ങും? 100-ൽ തുടങ്ങി 999-ൽ അവസാനിക്കുന്നതാണ് 3 അക്ക സംഖ്യകൾ. 100-ന് തൊട്ട് മുമ്പുള്ളത് 99, അത് 2 അക്ക സംഖ്യയാണ്. 999-ന് അപ്പുറത്തുള്ള സംഖ്യ 1000, അത് 4 അക്ക സംഖ്യയാണ്. അപ്പോൾ 100 മുതൽ 999 വരെയാണ് 3 അക്ക സംഖ്യ. ആകെ 3 അക്ക സംഖ്യകൾ കണ്ടുപിടിക്കണം. അതായിരിക്കും നമ്മുടെ പ്രോബബിലിറ്റിയുടെ ഡിനോമിനേറ്റർ, ഛേദമായിട്ട് വരുന്നത്. അപ്പൊ 100 മുതൽ 999 വരെ എത്ര സംഖ്യകൾ ഉണ്ടാവുമെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 999 നിന്ന് 100 കുറച്ചാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ തെറ്റിപ്പോവും. കാരണം 100 ഇതിലുള്ളതാണ്, അതുകൊണ്ട് 100 കുറയ്ക്കാൻ പാടില്ല. അപ്പൊ 999 നിന്ന് 100-ന് തൊട്ട് മുമ്പുള്ള സംഖ്യ കുറയ്ക്കണം. അതാണ് 99 കുറയ്ക്കണം. അപ്പൊ നമുക്ക് എഴുതാം. ഏത് ആൻസർ ആണ്? ടോട്ടൽ 3-digit numbers. കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഏറ്റവും വലിയ 3 അക്ക സംഖ്യയിൽ നിന്ന് ഏറ്റവും വലിയ 2 അക്ക സംഖ്യ കുറച്ചാൽ മതി. അപ്പൊ ഉത്തരം 900 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റിയിലൊക്കെ ഡിനോമിനേറ്റർ അഥവാ ഛേദമായി വരുന്നത്. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, എന്താണ് നമുക്ക് എയിൽ കണ്ടുപിടിക്കാനുള്ളത്? 3 അക്കങ്ങൾ തുല്യമാകാനുള്ള സാധ്യത എത്രയാണ്? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് 3 അക്കങ്ങൾ തുല്യമായി വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? നമുക്കത് എഴുതാം. നമ്പേഴ്സ് വിത്ത് 3 digits അല്ലെങ്കിൽ all the digits being same. ഓക്കെ, അപ്പൊ നമ്പേഴ്സ് വിത്ത് 3 digits, 3 അക്കങ്ങളും തുല്യമായി വരുന്ന സംഖ്യകൾ അതാരൊക്കെയാണ്? നമുക്കൊന്ന് എഴുതി നോക്കാം. 111 കണ്ട, അതിൽ 3 അക്കവും സെയിം അല്ലേ? അടുത്ത ആരായിരിക്കും? 222, അത് അടുത്തത് 333, 444, 555, 666, 777, 888, 999. കഴിഞ്ഞല്ലോ. ഇത്രയും സംഖ്യകളാണ് ഒരേ ഡിജിറ്റ്സ് വരുന്ന 3 അക്ക സംഖ്യകൾ. ഓക്കെ, അത് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9 എണ്ണം ഉണ്ട്. അപ്പൊ അവയുടെ എണ്ണം their number is equal to 9. ഓക്കെ, ഇനി നമുക്ക് പ്രോബബിലിറ്റി എഴുതാലോ. പ്രോബബിലിറ്റി ഓഫ് saying എന്ന് പറഞ്ഞാൽ പറയാനുള്ള saying
a number with all the digits being same. എല്ലാ അക്കങ്ങളും തുല്യമായി വരുന്ന ഒരു സംഖ്യ പറയാനുള്ള സാധ്യത, എല്ലാ അക്കങ്ങളും തുല്യമായി വരുന്ന ഒരു സംഖ്യ പറയാനുള്ള സാധ്യത എത്രയാണ്? 9/900. ഓക്കെ, ഇവിടെ വെട്ടിപ്പോകും. 9-നകത്ത് 9 ഒരു പ്രാവശ്യം, ഇവിടെ 9 മാത്രമാണ് വെട്ടിപ്പോകുന്നുണ്ട്, 1 എഴുതണം. ഈ 9-നകത്തും ഒരു പ്രാവശ്യം. അപ്പൊ ഇവിടെ 100 എന്ന് വരില്ലേ? ഈ 9 വെട്ടി 1 എന്ന് വരുമ്പോൾ 1 2 0 100. ഉത്തരം 1/100 ആണ്. ഓക്കെ, അപ്പൊ എയുടെ ഉത്തരം നമുക്ക് കിട്ടി. ഇനി നമുക്ക് ബി ചെയ്യാം. ബി ആണ് ഇതിലെ ഇമ്പോർട്ടന്റ്, അത് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. കാരണം ബി എന്ന് പറയുന്ന ചോദ്യം ഈ പാഠവും ഒന്നാമത്തെ പാഠവും നമ്മളെ മിക്സിംഗ് ആണ്. ഓക്കെ, രണ്ട് പാഠത്തിലെ ഐഡിയാസ് മിക്സ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കണക്കുകൾ ഇതുപോലെ സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിച്ചു കാണാറുണ്ട്. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, എന്താണ് ബിയിൽ കണ്ടുപിടിക്കാനുള്ളത്? അങ്ങനെ ലഭിക്കുന്ന മൂന്നക്ക സംഖ്യ 6ന്റെ മൾട്ടിപ്പിൾ ആകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ലഭിക്കുന്ന 6ന്റെ, അതായത് 100നും 999 ഇടയ്ക്ക് 6ന്റെ മൾട്ടിപ്പിൾ ആയി എത്ര സംഖ്യകളുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആ സംഖ്യകളാണ് ന്യൂമറേറ്റർ ആയിട്ട് വരുന്നത്. ടോട്ടൽ ആയിട്ടുള്ള 900, ടോട്ടൽ 900 ആയിരുന്നല്ലോ, അത് ഡിനോമിനേറ്റർ ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഡിനോമിനേറ്റർ ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ന്യൂമറേറ്റർ കിട്ടണം. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ 100നും 999 ഇടയ്ക്ക് 6ന്റെ മൾട്ടിപ്പിൾസ് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? ഇത് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന പാഠത്തിൽ ഐഡിയ പ്രയോഗിക്കണം. ഓക്കെ, അപ്പൊ 100 കഴിഞ്ഞ് 6ന്റെ മൾട്ടിപ്പിൾ സംഖ്യ ആരുണ്ട്? അപ്പൊ ആദ്യ സംഖ്യ അതിനെ നമുക്ക് x1 എന്ന് എഴുതാം. അപ്പൊ 100ന് തൊട്ടടുത്തുള്ള 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഖ്യ ഏതാണ്? അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 100നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 10-നകത്ത് 6 ഒരു പ്രാവശ്യം 6, 10-ന് 6 കുറച്ചാൽ ശിഷ്ടം 4, 0 ഇറക്കി എഴുതി 40, 40-ൽ 6 പ്രാവശ്യം 6 36, ശിഷ്ടം 4 വന്നു. ഓക്കെ, പക്ഷെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ ശിഷ്ടം 0 വരാൻ പാടുള്ളൂ. ഓക്കെ, ഇവിടെ 0-ന് പകരം എന്താണ് വന്നത്? 4 ആണ് വന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് 0, വേണ്ടതിനേക്കാൾ 4 കൂടുതലാണ് ഇവിടെ ശിഷ്ടം വന്നിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ വന്നിരിക്കുന്നുണ്ട്, ആ കൂടിയത് നമ്മൾ ഇതിൽ നിന്ന് കുറയ്ക്കണം. അപ്പൊ 100-ൽ 4 കുറച്ചാൽ എത്രയാണ്? 96. പക്ഷെ 96 എന്ന് പറയുന്നത് 6ന്റെ മൾട്ടിപ്പിൾ ആണ്. പക്ഷെ അത് മൂന്നക്ക സംഖ്യ അല്ല, ശരിയല്ലേ? 96 മൂന്നക്ക സംഖ്യയാണോ? അല്ല, രണ്ടക്കമാണ്. അപ്പൊ എന്താണ് ഒരു വഴി? അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത പദം കിട്ടാൻ ഇതിന്റെ കൂടെ ഒരു 6 കൂടെ അങ്ങോട്ട് കൂട്ടിയാൽ മതി. 96 6 എത്രയാണ്? 102. 102 എന്ന് പറയുന്ന മൂന്നക്ക സംഖ്യയാണല്ലോ. അപ്പൊ ആദ്യ പദം 102 ആണ്. അത് കിട്ടിയ രീതി മനസ്സിലായല്ലോ. ഇവിടെ നമുക്ക് കുറവായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഈ 100നോട് കൂട്ടിയേനെ. കൂടുതൽ നമുക്ക് വേണ്ടതിനേക്കാൾ കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ ഈ 100 കുറയ്ക്കണം. ഓക്കെ, അപ്പൊ 100-ൽ 4 കുറച്ച് 96. എന്നിട്ട് അത് ഈ റേഞ്ചിലാണോ നോക്കണം? ഈ റേഞ്ചിലല്ല. 96 എന്ന് പറയുന്നത് ഈ റേഞ്ചിന് പുറത്താണ്. അതുകൊണ്ട് നമ്മൾ ആ റേഞ്ചിലേക്ക് ആക്കാൻ വേണ്ടി ഈ 6 ആണല്ലോ ഇവിടെ കോമൺ ഡിഫറൻസ്, അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. ഇവിടെ കൂട്ടുകയാണ് ചെയ്യേണ്ടത്, അപ്പോഴേ ആ റേഞ്ചിലേക്ക് വരുള്ളൂ. അപ്പൊ 96-ന്റെ കൂടെ 6 കൂട്ടിയാൽ 102 ലഭിക്കും. ഇതാണ് ഒന്നാം പദം. ഇനി നമുക്ക് അവസാന പദം കണ്ടുപിടിക്കണം, xn. അവസാന പദം എന്ന് പറയുന്നത് 6ന്റെ അടുത്തായിരിക്കും, 999 അടുത്തായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് 999-നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 9-നകത്ത് 6 ഒരു പ്രാവശ്യം, 6 ശിഷ്ടം 3, 9, 6 പ്രാവശ്യം 36, 3, 9, വീണ്ടും 6 പ്രാവശ്യം 36, ശിഷ്ടം 3 ലഭിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ശിഷ്ടം വേണ്ടത് 0 ആയിരുന്നു. ഇവിടെ വന്നിരിക്കുന്നത് 3. അപ്പൊ 0-ത്തേക്കാൾ 3 കൂടുതലാണ്. അപ്പൊ 3 കൂടുതലുള്ളത് കാരണം ആ 3 കണ്ടോ ഈ 999-ൽ നിന്ന് കുറയ്ക്കണം. അപ്പൊ എന്ത് വരും? 999-ൽ നിന്ന് 3 കുറച്ചാൽ 996 വരും. അപ്പൊ ഇതാണ് അവസാന പദം. ഓക്കെ, ഇനി ഈ 102, അപ്പൊ പദങ്ങൾ ആരൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. 102, അടുത്ത പദം ആരായിരിക്കും? 108. ഇതിന്റെ കൂടെ 6 കൂട്ടി പോയാൽ മതി. 108, 114, അങ്ങനെ പോയി അവസാന പദം 996 ആണ്. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏത് സംഖ്യയോട് നമ്മൾ ഹരിച്ചോ അതായിരിക്കും കോമൺ ഡിഫറൻസ്. ഇതൊക്കെ ഫസ്റ്റ് ലെസണിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് പോയി നോക്കിയിട്ടൊക്കെ വരിക. എന്നിട്ട് നമുക്ക് ഈ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. കണ്ടോ, അതായത് 6ന്റെ മൾട്ടിപ്പിൾസിന്റെ എണ്ണമാണല്ലോ. എണ്ണം കാണുന്നതിന് ഒരു സൂത്രവാക്യമുണ്ട്, n = xn - x1. അതായത് അവസാന പദം മൈനസ് ആദ്യ പദം ബൈ കോമൺ ഡിഫറൻസ് ബൈ d + 1. ഇതാണ് പദങ്ങളുടെ എണ്ണം കാണുന്ന സൂത്രവാക്യം. ഇത് വെച്ച് ചെയ്താൽ നമുക്ക് 6ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള സംഖ്യകളുടെ എണ്ണം കിട്ടും. ഓക്കെ, അപ്പൊ xn ആരായിരുന്നു? 996 മൈനസ് x1 ആരായിരുന്നു? 102. അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 6 പ്ലസ് 1 എഴുതി കൂട്ടണം. ഈ ക്രിയകളെല്ലാം ചെയ്തതിന് ശേഷമാണ് അതിന്റെ കൂടെ 1 കൂട്ടേണ്ടത്. ഓക്കെ, 996-ൽ നിന്ന് 102 കുറച്ചാൽ 894 അല്ലെ? 6-ൽ നിന്ന് 2 പോയാൽ 4, 990-ൽ നിന്ന് 100 പോയാൽ 890. ഓക്കെ, ബൈ 6 + 1.
അപ്പൊ 894 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 8-നകത്ത് 6 എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. ഒരാറ് 6 കൊണ്ട് ശിഷ്ടം 2 ഉണ്ട്. അപ്പൊ 29. 29-ൽ 6 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. 6 4 24. 24 5 ആണ് 29. അപ്പൊ 5 അപ്പുറത്തേക്ക് കൊടുക്കുമ്പോ 54. 54-ൽ 6 എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം. 9-4 ആണ് 56. അല്ലെങ്കിൽ നിങ്ങൾ 894 സൈഡിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. ഞാനിത് ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. അപ്പൊ ഇതിനെ 894 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 149 കിട്ടും. നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ എടുക്കാം. അപ്പൊ 149 പ്ലസ് 1 സമം എന്ത് വരും? 150 എന്ന് വരും. അപ്പൊ 6ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള എത്ര സംഖ്യകളുണ്ട്? 150 സംഖ്യകളുണ്ട്. ഓക്കെ, നമുക്ക് അതിന്റെ പ്രോബബിലിറ്റി എഴുതാം. ലാസ്റ്റ് സ്റ്റെപ്പ്, പ്രോബബിലിറ്റി ഓഫ് saying a multiple of 6. കണ്ടോ? 6ന്റെ ഗുണിതം പറയാനുള്ള സാധ്യത. 6ന്റെ ഗുണിതം പറയാനുള്ള സാധ്യത. 6ന്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 150 എണ്ണം ഉണ്ട്. ടോട്ടൽ എത്രയുണ്ട്? ടോട്ടൽ 900 അല്ലായിരുന്നോ? നമ്മൾ ആദ്യത്തിൽ കണ്ടുപിടിച്ചായിരുന്നു 900. ഓക്കെ, അപ്പം 0 0 വെട്ടിപ്പോയി. അപ്പൊ 15ഉം 90ഉം വന്നു. 5 വെച്ച് വെട്ടാം, പിന്നെ അത് കഴിഞ്ഞ് 3 വെച്ച് വെട്ടാം. അങ്ങനെ 15 6 90. അപ്പൊ 15-നകത്ത് 15 ഒരു പ്രാവശ്യം, 90-നകത്ത് 15 6 പ്രാവശ്യം. അല്ലെങ്കിൽ നിങ്ങൾ 3 വെച്ച് ആദ്യം 5 വെച്ച് ആദ്യം വെട്ടുക. അപ്പൊ 3 വരും, ഇവിടെ 18 വരും. പിന്നെ 3 18 തമ്മിൽ വിടും. 3-നകത്ത് 3 പ്രാവശ്യം, 18-ൽ 3 എത്ര പ്രാവശ്യം? 3 വരും. അങ്ങനെ 1/6 എന്ന ആൻസർ കിട്ടും. അപ്പൊ ഇതിന്റെ ഫൈനൽ ആൻസർ 1/6 ആണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാവരും എഴുതിയെടുക്കുക. ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. എന്റെ ഈ വീഡിയോ കാണുന്നവർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഉറപ്പുവരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. കമന്റും ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി ഞാൻ വീണ്ടും വരും പുതിയ വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.